സ്നേഹത്തിലാകണം. എന്നിട്ട് മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ നന്മ ചെയ്യാം. എന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഇന്നൊക്കെ 2-3 വയസ്സുള്ള മക്കള് ഇന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇന്ന് 2 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ മുലപ്പാല് കൊടുക്കണേ എന്ന് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? 2 വയസ്സ് വരെ 1 വയസ്സ് വരെ ഒന്ന് കൊടുക്കാൻ ഇന്നൊരു ഉമ്മക്ക് കഴിയുന്നില്ല. നിങ്ങളെ പറ്റിയല്ല, എന്റെ പ്രിയപ്പെട്ട വെണ്ണല ഈ ദേശത്ത് ഒരുമിച്ച് കൂടിയ എന്റെ സഹോദരിമാരെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ നമ്മുടെ മക്കൾക്ക് 2 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ പാല് കൊടുക്കണേ, അമ്മിഞ്ഞ പാല് കൊടുക്കണേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാം. എന്നാലേ സ്നേഹം ഉണ്ടാകും. ഇത് നമ്മൾ ഒരുപാട് ലാക്ടോജനൊക്കെ കൊത്തിയിറക്കി ഒരുപാട് ബേബി വിറ്റയും മറ്റുള്ള സാമഗ്രികളൊക്കെ ഇങ്ങനെ കുത്തിയിറക്കിയിട്ടൊന്നും കാര്യമില്ല. അമ്മിഞ്ഞപ്പാല് നേരാവണ്ണം കൊടുത്താൽ മക്കൾക്ക് സ്നേഹം ഉണ്ടാകും. നമ്മൾ അങ്ങോട്ട് സ്നേഹം നൽകിയാൽ അങ്ങോട്ട് സ്നേഹം ഉണ്ടാകും. അതിന്റെ തൗഫീഖ് നൽകട്ടെ. പക്ഷെ വെണ്ണല നിവാസികൾ അങ്ങനെയൊന്നല്ല, നല്ല ഉഷാറാണ്, നല്ല ആളുകളാണ്. അല്ലാഹു റാഹത്തിലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ മുനിങ്ങളെ. അതുകൊണ്ട് മക്കളെ നമ്മൾ നേരാവണ്ണം വളർത്തുക. അവരൊക്കെ നമ്മൾ കുഞ്ഞു മക്കളാകുമ്പോഴേ ടിവിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകല്ല, അവരിതിനെ അടിച്ചാക്കില്ല. അവരെ നമ്മൾ സീരിയൽ കാണിക്കുക, സീരിയൽ കാണാതെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അവരെ മാത്രം ഞാൻ കുറ്റം പറയല്ല. അതുപോലെ തന്നെ സഹോദരന്മാർ ഒരുമിച്ച് നിന്നാണ് ഫാമിലി ആയിട്ട് ആ എന്റർടൈൻമെന്റ് തന്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു എപ്പിസോഡ് വിടൂല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കുഞ്ഞുമക്കളായ 2-3 വയസ്സുള്ള ആള് നമ്മുടെ മക്കളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് സീരിയലും സിനിമയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അവരിത് കണ്ടല്ലേ വളരുക. നമ്മൾ നന്മ പറഞ്ഞു കൊടുത്താലേ മക്കള് നാളെ നേരാവണ്ണമാവുകയുള്ളൂ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്റെ മകനുള്ള ബാധ്യത എന്താണ്? എന്റെ മകനോടും എന്റെ മകളോടുമുള്ള എന്റെ മക്കളിലുള്ള ബാധ്യത എന്താണ്? റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. തുഹ്സിനൂ ഇസ്മഹു, നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണേ, മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണേ. അതൊന്നുമില്ല, അതൊന്നും അവസാനിച്ചു. മക്കൾ ജനിച്ച തോന്നിയത് നമ്മളുടെ പണ്ടൊക്കെ ഒരുപാട് ഉസ്താദുമാരോട് നമ്മുടെ അടുക്കല് കടന്നു വന്നിട്ട് ഉസ്താദുമാരോട് ചോദിക്കാറുണ്ട്, ഇന്ന പേരിടാൻ പറ്റുമോ, എന്നതിടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്നതില്ല. ഇന്ന് നമ്മൾ സിനിമാ നടിമാരായ ആളുകളുടെ പേര് ചേർത്തുകൊണ്ട് പേരവിടുന്ന് ഇട്ടുകൊടുക്കുകയാണ്. ഇതിന്റെ അർത്ഥമോ ഇതെന്താണെന്ന് പോലും അറിയാതെ മക്കൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടത്. നമ്മളതൊക്കെ ഒഴിവാക്കണം. റസൂലുള്ളാഹി പറയാ, നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണം. പേരിലുണ്ട് ഒരു ബർക്കത്ത്. പക്ഷെ ഇന്നൊക്കെ ഫാഷനായി അപ്പാന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ, അതുപോലെ അപ്പാന്റെ പേരിന്റെ അവസാനത്തെ ലെറ്റർ, അതല്ലെങ്കിൽ ഉമ്മയുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ, ഇത് വെച്ച് സംയോജിപ്പിച്ച് ഇതൊന്ന് യോജിപ്പിച്ച് അവിടുന്ന് പേരിട്ട് കൊടുക്കുകയാണ്. പേരിടാൻ വേണ്ടി ഉസ്താദുമാരുടെ അടുക്കലേക്കൊക്കെ വരിക. പല ആളുകളും ഉസ്താദുമാർക്ക് വരെ ആ പേര് കിട്ടൂല. കാരണം അങ്ങനത്തെ പേരുകളാണെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. പല ആളുകളും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സൈനുൽ ഉലമ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. നിങ്ങൾ പേരിടുന്നു ഉസ്താദേ, അതുകൊണ്ട് എന്റെ പേര് ഹനീഫയാണ്, എന്റെ ഭാര്യയുടെ പേര് അസീന എന്ന് മറ്റെന്തോ പേരാണ്, ഏതായാലും ആ അക്ഷരം വെച്ചിട്ടാണ്. അങ്ങനെ വന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനോട് പറയുകയാണ്, അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്, ഞങ്ങളുടെ ഫസ്റ്റ് അക്ഷരവും എന്റെ ഭാര്യയുടെ അക്ഷരവും ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് എന്റെ മകനൊരു പേരിടണം എന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അടുക്കൽ വന്നപ്പോ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ ഇന്ന് ഹീറോ കൊണ്ടാന്നിട്ടാണ്. അതല്ലാതെ പിന്നെന്താ പറയാ? ഇവിടെ ഇന്ന് ഫാഷനാണ് നമ്മുടെ മക്കൾക്ക് പേരിട്ട് കൊടുക്കുന്നത്. പുതിയ യുഗത്തിൽ നമ്മൾ ഓരോന്ന് നാമൊക്കെ ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ഓരോ പേരിടുക. അതെല്ലാം നമ്മൾ വേണ്ടത്. നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ അവരോടൊക്കെ ചോദിച്ച് നമ്മുടെ ഉസ്താദുമാരോടൊക്കെ
എന്നൊക്കെ ചോദിച്ച് നല്ല പേരാണോ, അർത്ഥവത്തായ പേരാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പേരിടാവൂ എന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹ് പഠിപ്പിക്കുകയാണ്. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മര്യാദ ശീലിപ്പിക്കണേ, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണേ. 7 വയസ്സായാൽ നിങ്ങൾ അവനോട്, അവൻ നിസ്കരിക്കാൻ അവനോട് നിങ്ങൾ കൽപ്പിക്കണേ. എന്നാലോ 10 വയസ്സായാൽ നിങ്ങൾ അവനെ അടിക്കണേ എന്ന്, നിസ്കരിക്കാത്തതിന്റെ പേര് അടിക്കണേ എന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹ് ഹബീബ് പഠിപ്പിക്കുകയാണ്, മര്യാദ പഠിപ്പിക്കുകയാണ്. ഒരു മര്യാദ പഠിക്കേണ്ടതാരാണ്? പറയുകയാണ്, ഒരു മര്യാദ ഒരു മകനോ ഒരു മകളോ അവിടുന്ന് മര്യാദ പഠിക്കേണ്ടത് മാതാപിതാക്കളാണ്, പിതാവിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ അദബു മിനൽ ആബാ, മര്യാദ പഠിക്കേണ്ടത് പിതാവിൽ നിന്നാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. കള്ളു കുടിച്ച് മദ്യം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന പിതാവ്, ആ പിതാവിനെ കണ്ടിട്ട് ഇവരെന്താ ചെയ്യ, ഇത് തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്യും, ഇത് തന്നെ ഇവൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുനിങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് മക്കളെ നമ്മൾ നേരാവണ്ണം വളർത്തേണ്ടതുണ്ട്, അവരെ നമ്മൾ നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലേ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ ലാ യകൂന ദീകു അഖിയസ മിൻക യുനാദി. ഓ മകനേ, ഒരിക്കലും നീ ഒരു പൂവങ്കോഴിയെ പോലെ ആവരുത്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ ബുനയ്യ ലാ യകൂന ദീകു അഖിയസ മിൻക യുനാദി ബിൽഅസ്ഹാർ വഅൻത നാഇമുൽ. ഒരിക്കലും നീ പൂവങ്കോഴിയേക്കാൾ ബുദ്ധിമാനാകരുത്. കാരണമെന്ന് വെച്ചാൽ അത്തായ സമയത്തിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ ഈ പൂവങ്കോഴി എഴുന്നേൽക്കുകയാണ്.